സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീനുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് ആളുകളെ വഞ്ചിച്ച കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളുകയായിരുന്നു. അനന്തു പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്നും ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അനന്തു കൃഷ്ണനെതിരെ മറ്റ് സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മൂവാറ്റുപുഴ സ്വദേശിനിയായ ജുമാന നാസർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് പുറത്തു വന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൂവാറ്റുപുഴ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ PC ജയകുമാറും സംഘവും നടത്തിയ അന്വേഷണത്തിലൂടെയാണ് തട്ടിപ്പിന്റെ കഥ പുറത്തു വന്നത്. രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയിലെ ഉന്നതരുമടക്കം ഉൾപ്പെട്ട കേസായതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും കഴിഞ്ഞ ദിവസം കോടതിയിൽ അനന്തു കൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു. അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. കേസിൽ റിമാൻഡിലായ അനന്തു കൃഷ്ണനെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുകയും ചെയ്തു. പൊതു താൽപര്യം കണക്കിലെടുത്ത് പകുതി വിലയുള്ള പദ്ധതിയുടെ സുതാര്യത അന്വേഷിക്കണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിനിടെ അനന്തു കൃഷ്ണന്റെ സ്ഥാപനമായ പ്രൊഫഷണൽ സർവീസസ് ഇന്നൊവേഷൻ ഉടമസ്ഥയിലുള്ള HDFC ബാങ്കിന്റെ എറണാകുളം ശാഖയിലെ 3.5 കോടി രൂപയുടെ നിലവിലെ അക്കൗണ്ട് മൂവാറ്റുപുഴ പോലീസ് മരവിപ്പിക്കുകയും അതിലേക്കുള്ള പണമൊഴുക്ക് തടയുകയും ചെയ്തിരുന്നു. അനന്തു കൃഷ്ണന്റെ അറസ്റ്റിനു ശേഷം പരാതികൾ പെരുകി. എറണാകുളത്ത് മാത്രം 1000-ഓളം പരാതികൾ ഉണ്ടെങ്കിലും 10-ൽ താഴെ കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. കേസിന്റെ മെല്ലെപ്പോക്കിന് കാരണം രാഷ്ട്രീയ ഇടപെടലാണെന്ന് അഭ്യൂഹവുമുണ്ട്. പകുതി വിലയ്ക്ക് നടത്തിയ തട്ടിപ്പിലൂടെ സ്വരൂപിച്ച പണത്തിൽ നിന്ന് സായി ഗ്രാമം ഗ്ലോബൽ ഡയറക്ടർ ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയതായി അനന്തു നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിലും അനന്തു ഇക്കാര്യം പറഞ്ഞിരുന്നു. രാഷ്ട്രീയക്കാർക്കും അനന്തു പണം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും ആർക്കാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. BJP നേതാവ് AN രാധാകൃഷ്ണനുമായി അനന്തുവിന് സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ല എന്നും കൂടുതൽ പേരുകൾ പിന്നീട് വെളിപ്പെടുത്താമെന്നും അനന്തു വ്യക്തമാക്കിയിട്ടുണ്ട്.